ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ. നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞങ്ങൾ ചില്ല് ചെയ്തുകൊണ്ടിരുന്ന ദിവസം രാവിലെ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി നല്ല നാടൻ കള്ള് കുടിക്കണം എന്ന്. അപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് ബോച്ചയുടെ ടോഡി ഷോപ്പ്. അപ്പം ഞങ്ങളന്ന് അവിടെ പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നേ. അപ്പോൾ തന്നെ ഞങ്ങൾ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കി, അത്യാവശ്യം നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിരുന്നു ഈ ലൊക്കേഷൻ കാണിച്ചത്. എന്നാൽ പിന്നെ എന്തായാലും പോയേക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഇവിടെ വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനും അപ്പ, അമ്മ, കിരൺ, ഞങ്ങൾ 4 പേരും ആദ്യം എത്തി. അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, ലത ആൻറ്റി, ഈ പാറുചേച്ചി, അവരുടെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഒരു ഓൺ ദ വേ ആയിരുന്നു കേട്ടോ. സോ നമ്മൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തു. കപ്പ ബിരിയാണി, പിന്നെ അതുപോലെ ഫിഷ് ഫ്രൈയിൽ എൻ്റെ ഫേവറേറ്റ് തന്നെ കിട്ടി കേട്ടോ, കൊഴുവ, അതായത് നത്തോലി ഫ്രൈ. പിന്നെ ഇവിടെ പല ടൈപ്സ് ഓഫ് കള്ളുണ്ടായിരുന്നു. ഞങ്ങൾ മധുരക്കള്ളാട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നല്ല സൗണ്ടിലായിരുന്നു പാട്ടിട്ടിരുന്നത്. സോ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇത് ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. അന്ന് 2 വാക്ക് സംസാരിച്ചെന്ന് പറഞ്ഞാൽ കിരണിനെ കൊണ്ടും കുറച്ച് സംസാരിപ്പിച്ചു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും കേൾക്കുന്നില്ല, ഒന്നും ക്ലിയർ ആവുന്നില്ല. ഞങ്ങൾക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. സോ ഞങ്ങൾ സ്പീക്കറിന് തൊട്ടടുത്താണ് വന്നിരുന്നതും. അതുകൊണ്ട് ഒന്നും ക്ലിയർ ആവാത്തതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാം, എല്ലാവരും കൂടെ നോക്കിയേ, ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുകയെന്ന് വെച്ചാൽ എല്ലാവരും പോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ പറ്റിച്ചേ, വീഡിയോ ആണല്ലോ ഞാനെടുത്തത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകാൻ പോവാം. അപ്പോൾ അതേ ഓൺ ദ വേ എഴുതി വെച്ചിട്ടുണ്ട് ബോച്ചെ ടോഡി പബ് എന്നൊക്കെ. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പം കുറച്ച് ടൈം കഴിഞ്ഞതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബോച്ചയുടെ ഫിഷ് ഫാം ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ പോവുകയാണ്. ഇവിടെ 2 സൈഡിലും ഫിഷ് ഫാമിൻ്റെ വെള്ളമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നടുക്കായിട്ടൊരു ഏരിയയും കൂടെ ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തകർത്തിട്ടുണ്ട്. കാരണം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. ആൻഡ് ഇവിടെ ഫ്രീ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയാണ്. പക്ഷേ ഞങ്ങളൊന്നും പോയില്ല, നല്ല വെയിലായിരുന്നു. ആൻഡ് ബൈ ദ ബൈ, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല കേട്ടോ ഗൈസ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇത് ഞാൻ ഒരു നാടൻ കള്ള് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് മാത്രം വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് കാനഡയ്ക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമല്ലേ ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ. സോ ഞങ്ങളിതെല്ലാം മിസ് ചെയ്യും. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും ഇതുപോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണെങ്കിലും എല്ലാം മിസ് ചെയ്യും കേട്ടോ. ഓരോ ദിവസം കഴിയുന്നോറും വിഷമമാണ്, നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസം എത്താറായല്ലോ എന്ന്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, നമുക്ക് തിരിച്ചു പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് കാനഡയിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.